അപ്പൊ നമുക്ക് നമ്മുടെ റയാൻ ട്രാവൽസ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതൊക്കെ ഫോൺ അടിച്ചു തിരക്കാക്കി ബഹളാക്കി എന്താ പറയാ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് വണ്ടിയിട്ടുള്ളത്. നല്ല റോഡ് കണ്ടി വണ്ടി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകൂടെ നമുക്ക് പോകാൻ പറ്റില്ല. നല്ല റോഡ് നമ്മളൊന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ വേറെ പ്രശ്നം അങ്ങനെയൊക്കെ അങ്ങനത്തെ അവസരങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കേണ്ടതാവുന്നത്. നല്ല സുഖം ബർത്ത് ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് സുഖമായിട്ട് ഇവിടെ കിടന്ന് പോകാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ഒരു ഇത് പോരാ. പിന്നെ ഇതിൽ കയറുന്ന ആൾക്കാരുടെ പറഞ്ഞാൽ വണ്ടിയിൽ ഈ ചെരുപ്പ് ഊരി വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ, ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ചെരുപ്പ് സാധാരണ വെക്കുക. നമസ്കാരം, വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്ലീപ്പർ ബസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന വോൾവോ ഈസ്റ്റർ ബിൽറ്റ് പ്രകാശ് കപ്പല്ല 36 ബർത്തിൻ്റെ ഒരു സ്ലീപ്പർ ബസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. റയാൻ ട്രാവൽസ് എന്നാണ് വണ്ടിയുടെ പേര്. അവരുടെ ആ വണ്ടിയുടെ വിശേഷം കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വണ്ടി ബസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഒപ്പം എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, റയാൻ ട്രാവൽസ്. അപ്പോൾ റയാൻ ഗ്രൂപ്പ്. അപ്പോൾ ഈ റയാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ തന്നെ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. റൂട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇവർ ഇപ്പോൾ നമ്മുടെ പൂക്കാട്ട് വഴി, അതുപോലെ തന്നെ ഹിൽ പാലസ്, തൃപ്പൂണിത്തറ വഴി എറണാകുളം വന്ന് ബാംഗ്ലൂർ പോണ ഒരു വണ്ടി ആയിട്ടാണ് ഈ വണ്ടിയുടെ റൂട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയൊരു ഗ്രൂപ്പാണ്. എനിക്ക് ഈ വണ്ടി എടുക്കാൻ കാരണം നമ്മളിതിന് മുന്നേ നമ്മുടെ ഹൈലൈറ്റ്, അതുപോലെ തന്നെ ആഗ്നി ഗ്രൂപ്പിൻ്റെ വോൾവോ ഈസ്റ്റർ മുരഹരയുടെ വിറ്റ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വോൾവോ ഈസ്റ്റർ തന്നെയായിരുന്നു. ജീസസ് ബസ്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു 13 മീറ്റർ സീറ്റർ വണ്ടിയായിരുന്നു. പിന്നെ വോൾവോ ഈസ്റ്റർ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും നഴ്സറി സർവീസ് ബസ് ആണെങ്കിലും. പിന്നെ കപ്പലിനെ കുറിച്ച് പറയാ വെച്ചാൽ കപ്പല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റർ ഹോളിഡേയ്സിൻ്റെ വണ്ടിയായിരുന്നു. അതിനുശേഷം നമ്മൾ മിസ്റ്റർ ഹോളിഡേയ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത വണ്ടി പൊള്ളാച്ചി ബാംഗ്ലൂർ ഓടുന്ന വണ്ടിയായിരുന്നു. അതിന് ശേഷം നമ്മൾ ചെയ്ത വണ്ടി ഹൈലൈറ്റിൻ്റെ വണ്ടിയായിരുന്നു. ഹൈലൈറ്റ് കപ്പലായിരുന്നു. അതിനുശേഷം നമ്മൾ ആഗ്നി ഗ്രൂപ്പിൻ്റെ ചെയ്തു. ആഗ്നിയുടെ 2 വണ്ടി കപ്പലുകൾ ചെയ്തു. അതിനുശേഷം എന്താ വീണ്ടും നമ്മളൊരു കപ്പലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതും പ്രകാശ് കപ്പലയാണ് കേട്ടോ. ഈ പ്രകാശ് കപ്പലിലൊരു പ്രത്യേകത പറഞ്ഞാലേ ഈ വണ്ടി ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. രാത്രിക്ക് ഈ വണ്ടി പോകുമ്പോൾ നല്ല ലുക്കാണ് ഈ വണ്ടി. മറ്റുള്ള വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നത് MG ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെക്കാട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു റോഡ് പ്രസൻസ് കൂടിയൊരു വണ്ടി ഈ ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ രണ്ട് ടൈപ്പ് ബോഡിയാണ്. മറ്റേത് ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ ഷേപ്പിലാണ് അതിൻ്റെ ബോഡി വന്നേക്കുന്നത്. വെച്ചാൽ ഇതിൻ്റെ ഒരു ഉരുണ്ട ഷേപ്പിലാണ്. അപ്പോൾ അതിനെന്തെന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുമ്പോഴും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും. മറ്റേ ഗ്ലൈഡേഴ്സ് ഓടിക്കുമ്പോൾ ഒന്നുകൂടി നമുക്കധികം കട്ടിങ് ആണെങ്കിലും വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് കയറി പോകാൻ പറ്റും. പക്ഷേ ഈ കപ്പലിലാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കട്ട് ചെയ്യാനും നമുക്ക് വീശാനൊക്കെ ആയിട്ട്. അപ്പോൾ കാരണം വെച്ചാൽ ഉരുണ്ടിട്ടുള്ള ടൈപ്പ് ബോഡിയും കാര്യങ്ങളൊക്കെയാണ് സ്ട്രക്ചർ വന്നിട്ടുള്ളത്. എനിക്ക് പ്രകാശിൻ്റെ കപ്പലിലെ ബോഡി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ വീണ്ടും ചെയ്യാൻ വന്നത്, നമ്മൾ ഇട്ട കണ്ടന്നെ വീണ്ടും ഇടാൻ നിൽക്കുകയല്ല. നമ്മളിതിന് മുന്നേ സ്റ്റീം, അതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ഏതൊക്കെ കുറേ ഗ്രൂപ്പുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. നമ്മൾ അതിനൊന്നും പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ റയാൻ്റെയാണ് വന്നത്. അത് കാരണം എന്താ വെച്ചാൽ ഈ വണ്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു റോഡ് പ്രസൻസ് ഫീൽ ചെയ്യണ വണ്ടിയായിട്ട് തോന്നി.
ഇവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവരുടെ ആ ഒരു വണ്ടിയുടെ ഫോട്ടോസും ഇതൊക്കെ കണ്ടപ്പോഴേ നല്ല ലുക്കുള്ളൊരു വണ്ടിയായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയാൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം, നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും ഇരുന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഫ്രണ്ട് കവറിലൊക്കെ നോക്കിയാൽ അതിൻ്റെ നല്ല അടിപൊളിയായിട്ടില്ലേ, റയാൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റാണ് കേട്ടോ ഈ വണ്ടി. ആ ടോപ്പ് പോർഷനിലൊക്കെ ഉണ്ടല്ലേ, നമ്മൾ മുന്നേ കെപ്പല ചെയ്തിട്ടുള്ള ആ വണ്ടിയുടെ അതേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതെപ്പോഴും പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോൾ മാറ്റങ്ങൾ വരും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഓരോ ബോഡി ഇപ്പോൾ പ്രകാശിൻ്റെ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് ഇറങ്ങുമ്പോൾ വരെ ഇപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ടൊക്കെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി പാർത്ഥസാരഥി ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ആ വണ്ടി കുറച്ച് ഹൈറ്റ് കൂടിയ വണ്ടിയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കതിൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ രണ്ട് സൈഡിലുള്ള ആ ഒരു എന്താ പറയുക, ആന നിൽക്കുന്ന പോലെയാണ് ഈ വണ്ടി നിൽക്കുമ്പോൾ. തെച്ചുകൂട് രാമേന്ദ്രനൊക്കെ നിൽക്കുന്ന ആ ഒരു ഫീലാണ്. കാരണം എന്താ വെച്ചാൽ രണ്ട് സൈഡിലാരുണ്ട് എന്താ പറയുക, മിറേഴ്സൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴേ ആ മിററൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കണം വണ്ടി. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ലെങ്ത് ഉള്ള കാരണം നല്ലപോലെ ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ ഈ ഇങ്ങോട്ട് വരുന്ന പൂക്കോട്ടുപടി റോഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ റോഡ്, അവിടെയൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഹൈവേയിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വണ്ടി നല്ല അടിപൊളി ലുക്കാണ്. റയാൻ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായുള്ള ടൈമിങ്, എപ്പോഴാണ് പോരുക, എത്ര മണിക്കാണ് പാസിങ്, അല്ലെങ്കിൽ എത്ര മണിക്കാണ് മടിവാല എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വീഡിയോയിൽ നമ്മൾ തെറ്റുപറ്റി പിന്നെ ഈ വീഡിയോ ആൾക്കാർ കാണുമ്പോൾ അവരിൽ ആ ടൈം നോക്കിയിട്ടാണ് പോകുക. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഇടാം. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് പോവുക. എന്തായാലും റയാൻ ഗ്രൂപ്പ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിലുള്ള കുറച്ച് ക്രൂ മെമ്പേഴ്സിനൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഫ്രണ്ടിൽ റയാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ രാത്രി എടുക്കണം, നല്ല രസമാണ്. നല്ല ഇങ്ങനെ കത്തും, വൈറ്റ് ബാക്ക് വണ്ടിയും വൈറ്റ് ലെറ്റേഴ്സും അല്ലേ, അപ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് വണ്ടി. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ നമ്മുടെ BS6 എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ മാഷാ അള്ളാ എന്നായിരിക്കും പുറത്തുണ്ടാവുക, എനിക്കറിയില്ല കേട്ടോ അറബി വീട്. എന്തായാലും മാഷാ അള്ളാ, നമ്മുടെ അള്ള കുറച്ച് നമ്മളെ സഹായിക്കട്ടെ അല്ലേ. അതുപോലെ താഴെയായിട്ട് 3 പോർട്ടഡ് ആയിട്ടുള്ള ഗ്രില്ലിൻ്റെ പോർഷൻസ്, ഹണികോം ഗ്രില്ല് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു ഗ്രില്ലിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഈ ബോണറ്റ് അത് പൊന്തിച്ച് വെക്കാൻ പറ്റും കേട്ടോ നമുക്ക്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് കാര്യം മുട്ടത്തിലൊരു ടീമാണ് ചെയ്തേക്കണേ. ഒരു ഗ്രേ തീമിലുള്ളൊരു ഗ്രാഫിക്സ് സ്റ്റിക്കർ വർക്കാണ് ചെയ്തേക്കണേ. അപ്പോൾ ബ്ലാക്കിൽ അങ്ങനത്തെ സ്റ്റിക്കർ വർക്കൊക്കെ ആയി വന്നപ്പോഴേ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. പിന്നെ DRL ലൈറ്റുകൾ, ഇത് ശരിക്കും ലൈറ്റ് കത്തിച്ചിട്ടില്ല, ലൈറ്റ് കത്തിക്കാതെ തന്നെ കത്തി നിൽക്കണ പോലെ ഒരു ഫീലാണ് കേട്ടോ. 3 പോർട്ടിൽ ഹെഡ് ലാമ്പ്സും അതുപോലെ ഇൻഡിക്കേറ്റർ, അതുപോലെ താഴെയായിട്ട് ഒരു ഫോഗ് ലാമ്പിൻ്റെ സാധനം. പിന്നെ ഒരു ആരോ, ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇതുപോലെ ഒരു ആരോ ഇടും. അത് കുരിശാണോ ആരാണോ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാ വണ്ടികളും അങ്ങനെ ആരോ ഇടുന്നത് കാണാം. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഇതുപോലെ പ്രകാശിൻ്റെ ഒരു എംബ്ലം. പിന്നെ തൊട്ട് താഴെയായിട്ട് ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ അവരുടെ ഒരു ഇതുണ്ടല്ലോ, ഡിസൈൻ പോയിട്ടുണ്ട്. പിന്നെ NL രജിസ്ട്രേഷനാണ്, 3525 NLB 3525 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെപ്പല്ല എന്ന് പറഞ്ഞാൽ. കാരണം നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടിയായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. റയാൻ എന്ന് പറഞ്ഞാൽ ലെറ്ററൊക്കെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ എഴുതി വന്നപ്പോൾ. രാത്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി രസമായിരിക്കും കേട്ടോ. പിന്നെ വണ്ടി ഇപ്പോൾ ഓടി വന്നതാണ്, വിഷു ആണല്ലോ. അപ്പോൾ വിഷുവൊക്കെ ടൈം നടക്കില്ല. അപ്പോൾ ഇത് വണ്ടി ഓടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ശരിക്കും നല്ല രീതിയിൽ കഴുകിയിട്ടൊന്നുമില്ല. നമ്മൾ കഴുകൊന്നും വേണ്ട, വീഡിയോയിൽ അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞ കാരണം അവർ കഴുകാൻ നിൽക്കണേക്കാട്ടും മുന്നേ ഈ വീഡിയോ എടുത്ത് സത്യം പറഞ്ഞാൽ കഴുകിയാൽ ഒന്നുകൂടി ഗംഭീര ലുക്കിൽ വണ്ടി നമുക്ക് കിട്ടും. അപ്പോൾ ഓവറോൾ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കണേ. വണ്ടി നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്താ കൊടുക്കണേ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഡ്രൈവറുടെ ഭാഗത്തേക്ക് കയറുന്ന ആ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ. വോൾവോ ഏഷ്യറാണ് ഈ വണ്ടിയുടെ ചേസ് വരുന്നത്. പ്രകാശ് ബിൽറ്റാണ് വണ്ടി വരുന്നത്. 13.5 മീറ്റർ ചേസിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇതിന് മെക്കാനിക്കൽ വൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കുറേ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ് വെറുപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മെക്കാനിക്കൽ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല കേട്ടോ. വോൾവോ ഏഷ്യർ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. വോൾവോ ഏഷ്യർ ഒരുവിധമുള്ള നൈസ് സർവീസ് വണ്ടികളൊക്കെ വോൾവോ ഏഷ്യറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ എയറാണ്, ബാക്കും എയറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ക്യാപ്പ് കാര്യങ്ങളൊക്കെ പ്രകാശിൻ്റെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓടി വന്ന കാരണം ആകെ ടയറുമ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നെ ഇത് എയർ ഫിൽറ്റർ, എയർ ക്ലീനർ കാര്യങ്ങളൊക്കെയാണ്. 2 ഫുഡ് സ്റ്റെപ്പ്, പിന്നെ ഡ്രൈവർക്ക് കയറാനുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണിത്. ഭയങ്കര കുറച്ച് ടൈറ്റ് ഉണ്ട്. സൈഡ് ഒരു എന്താ പറയുക, സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള 2 സാധനങ്ങളാണ് ഈ സൈഡ് മിറേഴ്സും ഫ്രണ്ട് മിറേഴ്സും. നമ്മൾ ഫ്രണ്ടിലേക്ക് അത് നോക്കിയില്ലെങ്കിൽ ആ മിറർ നോക്കി വണ്ടി ഓടിക്കണം എന്നാണ് പറയുക. പിന്നെ ബാക്കും ഫ്രണ്ടും എയറാണ് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇത് ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ വോൾവോ ഏഷ്യർ വണ്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിലും പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇത് നമ്മുടെ എക്സോസ്റ്റിൻ്റെ ആ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടൊക്കെയാണ്. ഓക്കെ. പിന്നെ ഈ ബാക്കിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിതൊന്നും ഓപ്പണിങ് തുറന്ന് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി ഈ വണ്ടി
ഇതേപോലത്തെ വണ്ടികൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ ഇരിക്കണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ബാക്കിൽ നിന്ന് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ നമ്മൾ ശരിക്കും ലെങ്ത്ത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കുക വിചാരിക്കും. നമ്മുടെ റൂട്ട് ബസ് വെച്ചാൽ പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റും. ഇത് എയർ ബസ്സാണ്. ഈ ബസ് വണ്ടി കിടന്ന് കുലുങ്ങും. അപ്പോൾ നമ്മളപ്പോൾ അവിടെ നിന്ന് ഹമ്പുണ്ട്, ആ ഹമ്പെടുത്ത് റോഡിലേക്ക് ആടുകയാണെങ്കിൽ ഈ വണ്ടി കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വില വണ്ടി ഉണ്ടെങ്കിൽ അതിന് വരെ തട്ടുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് ഇത് ഓടിച്ച് പരിചയമില്ല. ഇപ്പോൾ എയർ ബസ് ഓടിച്ച് പരിചയമുള്ളവരും എയർ ബ്രേക്ക് ചവിട്ടി പരിചയമുള്ളവരും എന്നൊക്കെ പറയില്ല. അതുപോലെയാണ് ഈ വണ്ടി ഓടിച്ച് പരിചയമുള്ളവർക്ക്, അതല്ല റൂട്ട് ബസ്സോ ടൂറിസ്റ്റ് ബസ്സോ ഓടിച്ചവർക്കൊന്നും ഇത് ഓടിക്കാൻ പറ്റില്ല. ഇത് ഓടിച്ച് പരിചയമുള്ളവർക്ക് മാത്രം ഇത് ഓടിച്ച് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. നമ്മളിപ്പോൾ മറ്റേ സംഭവം കഴിഞ്ഞ് വെച്ചിട്ട് ഇത് തിരിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് പോയിട്ട് തട്ടും. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളാണ്. ചെറുതായിട്ട് കണ്ടോ അവിടെയൊക്കെ പറഞ്ഞേക്കണ ചെറിയൊരു അറിവ് വന്നിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ലെങ്ത്ത് അറിയുണ്ടാവില്ല. നമ്മൾ ലെങ്ത്ത് നോക്കാതെ പെട്ടെന്ന് എടുത്ത് പുറത്തേക്ക് ചാടും. നമ്മൾ ഫ്രണ്ട് കണ്ട് കടന്നപ്പോൾ അത് കടന്നുണ്ടാവും വിചാരിക്കും. അല്ലെങ്കിൽ ടൗണിലാണെങ്കിലും വണ്ടി കണ്ട് കടന്നു പോയിണ്ടാവും വിഷയില്ല വിചാരിക്കും. പക്ഷേ മിറർ നോക്കണം. ഫുള്ള് മുട്ടിയതിന് ശേഷം മാത്രമേ നമുക്കൊന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഹൈ റേഞ്ചിൽ ഓടിക്കുമ്പോൾ അത് കയറ്റി നന്നായിട്ട് ഓടിച്ചാൽ മാത്രമേ ഈ വണ്ടി തിരിയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞ് കിട്ടുള്ളൂ. 13.5 മീറ്റർ വണ്ടി ലെങ്ത്താണ്. ഇതിൻ്റെ സൈഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു സിംഹമാണ് തോന്നുന്നു അല്ലേ സൈഡിൽ. അതെ സിംഹങ്ങൾ കൂട്ടത്തോടെ നിൽക്കണത് പോലുള്ളൊരു ലൈബ്രറിയാണ്, അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്കാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. RayanBus.com www.rayanbus.com എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി ബുക്ക് ചെയ്യുക. അപ്പോൾ 10% അതിൽ ചിലപ്പോൾ കുറവുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ, ഇവരുടെ നമ്പർ, ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലിങ്കിൽ ഞാൻ ഇടാം. കയറി ബുക്ക് ചെയ്യാന്നേ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ ആൾക്കാരല്ലേ, കയറി വരട്ടെ എല്ലാവരും. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ അവരുടെ റയാൻ്റെ ഒരു വലിയൊരു എംബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു എംബിളം നന്നായിരിക്കുന്നുണ്ട് അത് കാണാനൊക്കെ ആയിട്ട്. 2+1 ലക്ഷറി സ്ലീപ്പർ കോച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റയ എന്ന് പറഞ്ഞിട്ട് വലിയൊരു നെയിമിങ് ഇവിടെ സൈഡിലും കാണാം, റയാൻ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കൊക്കെ നന്നായിരിക്കുന്നുണ്ട്. ഓവറോൾ എന്താ പറയുക, വണ്ടി ഒരു രക്ഷയില്ല, നല്ല രസമായിരിക്കുന്നുണ്ട്. രാത്രി എടുക്കണം. രാത്രി എടുത്താലാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഭംഗി അറിയില്ല. ഞാൻ അപ്പോൾ നട്ടുച്ച നേരത്താണ് ഈ വീഡിയോ എടുക്കണം. നട്ടുച്ച നേരത്ത് 12 മണി 12:30 നേരത്താണ് എടുക്കണത്. ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ് ഓവറോൾ ലുക്ക് വന്നിട്ടുള്ളത്. റയാൻ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്, റയാൻ എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു പകൽ നേരത്തും ഒരു എന്താ പറയുക, ഒരു തിളങ്ങണ ടൈപ്പിൽ സ്റ്റിക്കറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു ക്യാമറയുണ്ട്. പിന്നെ ഒരു നീളം ടൈപ്പ് ഒരു LED ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. RayanBus.com എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് അവരുടെ ബുക്കിംഗ് നമ്പർ. എഴുതിയെടുത്തോളൂ എല്ലാവരും. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അവരുടെ ബുക്കിംഗ് നമ്പർ. ബുക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഇൻസ്റ്റാഗ്രാം റയാൻ ട്രാവൽസ് ഒഫീഷ്യലാണ്. അപ്പോൾ അതും ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങൾ. വലിയ ഹൈറ്റ് കൂടിയ വണ്ടി. ഞാനൊക്കെ ഇതിൻ്റെ പകുതി വരെ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ. അത്രയും ഹൈറ്റാണ്. അതായത് സ്ലീപ്പർ വണ്ടി അല്ലേ, അപ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ടാവും. പിന്നെ എമർജൻസി എക്സിറ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ടെയിൽ ലാംപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ടെയിൽ ലാംപ്സിൻ്റെ സൈഡിൽ ഇതുപോലെ ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കണം എന്ന് നിർബന്ധമുള്ളതാണ്. ഇതിപ്പോൾ വലിയ ലെങ്ത്ത് കൂടിയ വണ്ടികളും ഹൈറ്റ് കൂടിയ വണ്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിക്കണം. അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് കിടക്കാം. ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്താ പറയുക, ഒരു കെപ്പല്ല ഒരു ആനച്ചന്തം തന്നെയാണല്ലേ കെപ്പല്ല. അതുപോലെ ഇപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്ത വണ്ടികൾ പറഞ്ഞാൽ കൊച്ചിൻ എക്സ്പ്രസിൻ്റെ വണ്ടി ലൈനിൽ ഒരു ഓടിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ എക്സ്പ്രസിൻ്റെ അത് വീര ബോഡിയായിരുന്നു. അതിനുശേഷം നമ്മൾ സ്ലീപ്പർ വണ്ടികൾ ഒരുപാട് ചെയ്തു. ഹൈലൈറ്റ് ചെയ്തു, അഗ്നി ഗ്രൂപ്പിനെ ചെയ്തു, ഒരുപാട് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റിൻ്റെ ചെയ്തു, മിസ്റ്റർ ഹോൾഡേഴ്സ് ചെയ്തു. കപ്പലെന്നെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരുപാട് വണ്ടികൾ. അപ്പോൾ ആ സ്ലീപ്പർ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് വീണ്ടും നമ്മളൊരു വണ്ടിയായിട്ട് ഇതാ വന്നിരിക്കുകയാണ്, റയാൻ ട്രാവൽസ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ടൈപ്പ് വണ്ടികളും ഓടിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീരയാണെങ്കിലും ഗ്ലൈഡേഴ്സ് മോഡൽ MG ബിൽറ്റ് വണ്ടിയാണെങ്കിലും ഐസറ വണ്ടി നമ്മൾ സ്ലീപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റർ കം സ്ലീപ്പർ ആയിരുന്നു അത്. അതിനുശേഷം നമ്മൾ സ്പൈസ് കേരളയുടെ സ്ലീപ്പർ MG ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലൈഡേഴ്സ് ആയിരുന്നു അത്. അതിനുശേഷം ഐസറ സ്പൈസ് കേരള IC, അതുപോലെ തന്നെ ഏതാ ഹൈലൈറ്റ് ട്രാവൽസിൻ്റെ ഗ്ലൈഡേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഈ ചെയ്ത വണ്ടികളൊക്കെ ലൈനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് വണ്ടി മച്ചാൻ്റെ ഒരു സന്തോഷം. അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. അവിടെ കയറിയിട്ട് ബാക്കി എന്താ കാഴ്ചകളൊക്കെ നോക്കാം. എന്തായാലും വണ്ടി ഒരു അകലേന്ന് ഇങ്ങനെ ഇങ്ങനെ വണ്ടി കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു വണ്ടിപ്രാന്തിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. വണ്ടിയുടെ ലെങ്ത്ത് ശരിക്കും ഒരു പ്ലെയിൻ പോണണ്ട. വണ്ടിയുടെ ലെങ്ത്ത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ അകലേന്ന് കാണിക്കണം.
അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. CCTV, വൈഫൈ, ലൈവ് ട്രാക്കിംഗ്, ചാർജിങ് പോയിന്റ്, ബ്ലാങ്കറ്റ്, ഓൺ ടൈം ഡിപ്പാർച്ചർ, വുമൻസ് കെയർ എന്നൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓണറുടെ പേര് ഷിനാജ് നൗഫിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഷിനാജിക്കും നൗഫിലിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വണ്ടി നമ്മൾ ചോദിച്ചപ്പോഴേക്കും തന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. തേവയ്ക്കലാണ് അവരുടെ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും അവർക്ക് നേരെയാണ്. നമ്മളങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞല്ലോ, പ്രകാശ് കെപ്പല്ല ബിൽറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു എന്താ പറയുക, ഓറഞ്ച് തീമിലുള്ള കേർട്ടൻസ്, ഓറഞ്ച് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് ആ ഓറഞ്ച് പോലെ തോന്നുന്നത്. അപ്പോൾ ഓറഞ്ച് തീമിലുള്ള കേർട്ടൻസാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് AC-യുടെ ആ ഒരു ബ്ലോറാണ് കേട്ടോ. അപ്പോൾ AC ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു നമ്മുടെ സ്ഥിരം ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കൊടുക്കുന്ന പോലെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ ഒരു ബെല്ലിൻ്റെ സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ആ ഒരു പോർഷൻ. ആ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ 36 ബെർത്തിലേക്ക് പോണ ആ ഒരു പാസേജാണ്. ആ ഒരു പാസേജാണ് ഈ ഒരു പാസേജ് ഉണ്ടല്ലേ. വണ്ടിയുടെ ഓവറോൾ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. റയാൻ്റെ ഇൻറ്റീരിയറിൽ കയറിയ ഇതുപോലെ റയാൻ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോവർ ബെർത്ത്, അപ്പർ ബെർത്ത് എന്നൊക്കെ കാണിക്കണ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ വരുമ്പോൾ ഇതുപോലെയുള്ള കാർപ്പറ്റ്, അതായത് റെഡ് കാർപ്പറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇരിക്കുന്നുണ്ട്. ഇത് എമർജൻസി എക്സിറ്റ് ആണ് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഓപ്പൺ ചെയ്യാനൊരു സംഭവമുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നമുക്ക് ചാടാൻ പറ്റും. ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികൾക്കും ഇങ്ങനെയാണ്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് നിർബന്ധമായിട്ടും കൊടുക്കുന്നുണ്ട്. ഇതാണ് ആ ബാക്ക് ആ ഒരു ഏരിയ. ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്കിനി ബെർത്തിലത്തെ ഓരോ കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ നമുക്ക് സിംഗിൾ ബെർത്താണ് വരുന്നത്, കണ്ടില്ലേ. ഇതുപോലെ ഒരൊറ്റ ബെർത്ത്. നമ്മൾ ഒരുപാട് വണ്ടികളിൽ മുന്നേ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണില്ല, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കണുള്ളൂ. അപ്പോൾ സിംഗിൾ ബെർത്ത് ഈ ഒരു പോർഷനിൽ പ്രകാശിലിപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ ഇതുപോലത്തെ കൊടുക്കണത് ഈ ബെർത്തിൻ്റെ മുകളിലൊക്കെ. നമ്മൾ പ്രകാശിക്കപ്പോൾ എല്ലാം മുന്നേ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത സമയത്തും ഇങ്ങനത്തെ ലൈറ്റുകളും അതിൻ്റെ വെൻറ്റുകളൊക്കെ ഇതുപോലത്തെയാണ് കൊടുക്കണത്. അതുപോലെ തന്നെ സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. രാത്രി എടുക്കണ വെച്ചാൽ അത് കൂടുതൽ അറിയുള്ളൂ. പിന്നെ ഈ സൈഡിൽ മൊബൈൽ ഹോൾഡർ, പിന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ടലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു എഡ്ജിൽ കണ്ട അവിടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ യൂസ് ചെയ്യാനായിട്ടൊരു ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സൈഡിൽ കണ്ട ഇവിടെ അത്യാവശ്യം ഇത് നമ്മളെ കെപ്പലിൽ മറ്റേ ഹൈലൈറ്റ് ചെയ്തപ്പോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ എന്നറിയില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റോ കഴിഞ്ഞില്ലേ. അപ്പോൾ അതായത് ഒരു റോ ഇവിടെ സിംഗിളാണ് ഈ സൈഡ് മൊത്തം വരുന്നത്. ഈ സൈഡിൽ വരുമ്പോൾ ഡബിൾ റോ, അതായത് ഡബിൾ ബെർത്തുകളാണ് വരുന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ റയാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റയാൻ 6 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയ്ക്ക് തന്നെയാണ്. പിന്നെ മുകളിൽ കൊടുത്ത പോലെ തന്നെ സൈഡിൽ ഇതുപോലെ ഒരു സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ഗ്ലോ ബോക്സ് കാണാം. ഇത്രയ്ക്ക് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഈ മെറ്റീരിയൽ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ടാ ഇങ്ങനത്തെ പ്രകാശിൻ്റെ ഒരു എമ്പളത്തോട് കൂടിയിട്ടുള്ളൊരു വുഡൻ ഫിനിഷാണ് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന എല്ലാ എല്ലാ ബിൽറ്റ് ബോഡികൾക്കും ഇതുപോലുള്ള ഒരു ബോഡി സ്ട്രക്ചറലി ബോഡി തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൺമേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന മെറ്റീരിയൽ ഇവർ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ മതി ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെന്ന്. അപ്പോൾ ആ ടൈപ്പ് മെറ്റീരിയൽ അവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവർ പറഞ്ഞ മെറ്റീരിയൽ ഇപ്പോൾ ഇങ്ങനത്തെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കട്ടൺ പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇത് 2 ബെർത്ത് ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ, നമുക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ ഈ ഒരു കട്ടൺ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില വണ്ടികൾക്ക് ഇവിടെ വേറൊരു സാധനം കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാവും, എടുത്ത് കളഞ്ഞതായിരിക്കും കേട്ടോ. കാരണം അതുണ്ടെങ്കിൽ ഒരു അസ്കിതയാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് കളഞ്ഞേക്ക് എന്തായിരിക്കും. അപ്പോൾ ഈ കട്ടിട്ടാൽ മതി. നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെയാണ് അടുത്ത് കിടക്കണേ വെച്ചാൽ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും 2 ഹോൾഡേഴ്സ് കാണാം, മൊബൈൽ ഹോൾഡേഴ്സ്, ചാർജിങ് പോർട്ടൽസ് സംഭവങ്ങളൊക്കെയാണ്. മുകളിൽ വരുമ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഇപ്പോൾ വരുന്ന ലൈറ്റിംഗ് സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഇതുപോലെയുള്ള ഹോൾഡേഴ്സാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇതിൽ കയറുന്ന ആൾക്കാരുടെ പറഞ്ഞാൽ വണ്ടിയിൽ ഈ ചെരുപ്പ് ഊരി വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ, ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ചെരുപ്പ് സാധാരണ വെക്കുക. അല്ലാതെ ഈ ചെരുപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കരുത്. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ
ചെരുപ്പിട്ടിട്ട് ബെഡിൽ വീട് കിടക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെരുപ്പ് ഇതിൻ്റെ അടിയിലേക്ക് ആക്കി വെക്കുക. വലിയ ലഗേജുകളൊക്കെ അടിയിൽ ബസ്സിൻ്റെ പുറത്തുണ്ട്, അവിടെ വെക്കുക. ചെറിയ ഹാൻഡ് ബാഗ് കാര്യങ്ങൾ മാത്രമേ ഉള്ളിലേക്ക് കൊണ്ടുവരിക. പിന്നെ AC വണ്ടിയാണ്, നമ്മൾ ഫുഡ് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നാതിരിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി ഇറിറ്റേഷനാണ്. പിന്നെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയിൽ ആൾക്കാരെ വെച്ചാൽ ഇവർ കിറ്റ് കൊടുക്കുന്നുണ്ട്, അതിൽ ഛർദ്ദിച്ച് ഒരു ഭാഗത്ത് വയ്ക്കുക. അല്ലാതെ വണ്ടി നശിപ്പിക്കരുത്. അതിലുള്ള 2 ഡ്രൈവർമാർ ഉറങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്താ പേര് ചേട്ടൻ്റെ? ബിജീഷ്. സ്ഥലം എവിടെയാ? മുണ്ടക്കയാണല്ലേ? ഓക്കെ. ബിജീഷാണ് കേട്ടോ. അദ്ദേഹമാണ് ഈ വണ്ടിയുടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡ്രൈവിംഗ് സീറ്റ്. ഇത് ഡ്രൈവർ സീറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലൊക്കെ എന്താ പറയുക, വളരെ ഒതുക്കുള്ളൊരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുന്നേ നമ്മൾ ആഗ്നി ഗ്രൂപ്പിൻ്റെയും മറ്റേ വണ്ടികളൊക്കെ ചെയ്ത സമയത്ത്, അതായത് വേറെ ജീസസിൻ്റെ ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാറുള്ളത്. ക്ലസ്റ്ററിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ല. അൺലോഗായിട്ടും ഡിജിറ്റലായിട്ട് ഇതിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയം പോവുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കണില്ല. ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ പണ്ട് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്. ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ടൽ ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയൊരു ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സ്വിച്ചുകളാണ്, ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ AC-യുടെ ജിങ്കേസിയുടെ ജെടെക്കിൻ്റെ ആ ഒരു സ്ക്രീന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ. പിന്നെ ഇത് നമ്മുടെ ക്യാമറയുടെ ആ ഡിസ്പ്ലേയുടെ ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് പറയാം, ഇവിടെ കണ്ട, ഇവിടെ ഒരു ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. സാധാരണ നമ്മൾ ഉള്ളിലാണ് ബെർത്ത് കൊടുക്കാറുള്ളത്. പിന്നീട് അത് കുറേ പ്രശ്നങ്ങൾ, നമ്മൾ പാസഞ്ചറുടെ ഇടയിൽ പോയിട്ട് കിടക്കണമെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പിന്നീട് അതൊക്കെ മാറ്റി. അപ്പോൾ ഇപ്പോൾ വണ്ടികളിലൊക്കെ ഇതുപോലെ ബെർത്ത് ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് സുഖമായിട്ട് ഇവിടെ കിടന്ന് പോകാൻ പറ്റും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതെവിടെ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, ഇത്രയും സ്ഥലത്ത് നമുക്ക് കിടന്ന് ഉറങ്ങി പോകാൻ പറ്റും. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഭാരത് ബെൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസിൽ ഇത്ര സ്പേസ് കിട്ടില്ല. കെപ്പല്ലയിൽ ഇത് ഇത്രയും സ്ഥലം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഭാരത് ബെൻസ് പറഞ്ഞാൽ മീൻസ് MG ബിൽറ്റ് ബോഡിയുടെ കാര്യമായിട്ടാണ്. MGയിൽ നമുക്ക് ഇത്ര അഡ്ജ് ഇവിടെ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരാൾക്ക് ഇരിക്കാനും പറ്റില്ല. ഇതിൽ പക്ഷേ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കിടക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു സീറ്റ് ഉണ്ട് അവിടെ. അതിന് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല, മുന്നേ കൊടുത്തിരുന്നു, ആദ്യമൊക്കെ വന്നിരുന്നു. പിന്നെ സൈഡ് ക്വാർട്ടർ ഗ്ലാസ് മുകളിൽ അതങ്ങനെ ക്വാർട്ടർ ഗ്ലാസ് അങ്ങനെ പോയിരിക്കുന്നു. അവിടെയും 2 സൈഡിലായിട്ട് കർട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് മീൻസ് നമ്മുടെ മിറർ കേട്ടോ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിലായിട്ട് കണ്ട അവിടെ ഒരു ക്യാമറ, അതുപോലെ തന്നെ LCD ഒരു എന്താ പറയുക LED ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ദൈവത്തിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തു വെള്ള, അതുപോലെ നമ്മുടെ ഗണപതി എല്ലാവരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് അലങ്കാരങ്ങൾ പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ വണ്ടികളിൽ ഇങ്ങനെ ഇടാറില്ല അല്ലേ, ടൂറിസ്റ്റ് ബസ്സിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ പോലെ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്ന് കണ്ടേക്കണേ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കെന്താ വെച്ചാൽ വിഷൻ നന്നായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരുപാട് സാധനങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൽ ഇടുന്ന പോലെ നമ്മളിതിൽ മേടിച്ച് ഇടാറില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്രയും വിഷൻ കിട്ടണം ഈ വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ സംഭവം ലൈറ്റ് കത്തണ്ട രാത്രി എടുത്താൽ നമുക്ക് നല്ല രസമായിട്ട് തോന്നിയിരുന്നു. റയാന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഇൻസ്റ്റാഗ്രാം റയൻ ട്രാവൽസ് ഒഫീഷ്യൽ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ഇത് പോരാ, വിഷൻ നമുക്ക് ഇത് കുറവാണ് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ ഒരു കാറിൻ്റെ വിഷനല്ലോ. ശരിക്കും നമുക്ക് എത്ര വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ ഞാൻ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാര്യം കഴിഞ്ഞ വീട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും മിറർ എപ്പോഴും നമുക്ക് നോക്കി ഓടിക്കേണ്ട വണ്ടികളാണ്. 2 മിറർ ശ്രദ്ധിച്ച് ഓടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷൻ ശരിക്കും നോക്കി ഫ്രണ്ടിലേക്ക് നോക്കിയാൽ പോരാ. അപ്പോൾ ഇത് കുറച്ചുകൂടി കയറിയിട്ട് വേണ്ടതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ കുറേ അലങ്കാര പരിപാടികൾ സാധാരണ ആരും ഇതിൽ ഇടാത്തത്. പക്ഷേ നല്ല വിഷൻ വേണം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ. പിന്നെ 6+1 മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് അതിൽ വന്നിട്ടുള്ളത്. 6+6 ഫോർവേഡ്, ഒരു റിവേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ശരിക്കുള്ള വണ്ടി വരുമ്പോൾ വരുന്ന എന്താ പറയുക ബോണറ്റ് ഹുഡ് ശരിക്കും കാണുന്നത്. മുകളിൽ ഇതുപോലെ റെക്സിൻ അടിച്ചിട്ടേക്കുക എന്ന് മാത്രം. പിന്നെ സ്ഥിരമായിട്ട് ഇപ്പോഴത്തെ പ്രകാശത്തിൽ വരുന്ന കെപ്പലയുടെ സ്ഥിരം എന്താ പറയുക ഇങ്ങനത്തെ ഒരു കൺസോളാണ് ഇതിൽ വരുന്നത്. വോൾവോ മോഡൽ കൺസോൾ എന്നൊക്കെയാണ് പറയാം. അതിപ്പോൾ ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററൊക്കെ ഏഷ്യാൻ്റെ ടിപ്പിക്കലായിട്ട് കാലങ്ങളായിട്ട് വരുന്ന അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളത്. പഴയ വീഡിയോയിൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ABS-ൻ്റെയും അതുപോലെ തന്നെ എഞ്ചിൻ ബ്രേക്ക്, റിട്ടാർഡർ, എക്കോ മോഡ്, പവർ മോഡ് അങ്ങനെയുള്ള മോഡുകളും കാര്യങ്ങളൊക്കെ അടിയിലെ സ്വിച്ച് കൊടുത്തേക്കണം കേട്ടോ.
അപ്പോൾ ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ റയാൻ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയെന്ന് പറയാം. ഓക്കെ, അർത്ഥം അപ്പോൾ നമുക്ക് റയാൻ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം. അടിപൊളിയാണ്. നമ്മൾ കുറേ വണ്ടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നേ ചെയ്ത വണ്ടികൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്നി ട്രാവൽസ്, അതുപോലെ തന്നെ അത് ഓർവേഷനായിരുന്നു. പിന്നെ നമ്മൾ 13 മീറ്ററിൽ നമുക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ E6 ആയിരുന്നു. 13 മീറ്ററാണ്. വണ്ടിയായിരുന്നു. എന്തായാലും വണ്ടി അടിപൊളിയാണോ ഓടിക്കാനൊക്കെ ഓവേഷൻ നല്ല സുഖമാണ്. കാണിച്ചു നോക്കാം. വണ്ടി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ് കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. നല്ല റോഡ് നമ്മളൊന്നും പഠിക്കാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല ഹൈലൈറ്റ് ഉണ്ട്. റേറ്റ് കുറവുണ്ട്. വണ്ടി മെയിൻ്റെനൻസ് കുറവുണ്ട്. അതാണ് ചേട്ടൻ പറയണേ. ഓടിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ നല്ലൊരു റോഡ് കിട്ടണം. നമുക്ക് ബാംഗ്ലൂർ റോഡ് പറ്റും. അത് പറ്റും. നമ്മൾ ചെറിയ റോഡ് കൂടൊന്നും നമുക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏഴ് വണ്ടിയാണ്. അപ്പൊ അത് ഓടിക്കുമ്പോൾ അതനുസരിച്ച് ഓടിക്കുന്ന രീതിയിലുള്ളവർ വേണം. പിന്നെ ഈ മറ്റേ പ്രശ്നം ചെറിയ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് വൈസ് ഉണ്ട്. ലെങ്ത് നോക്കണം. ലെങ്ത് ആണ് നോക്കണം. അതതിന്റെ വേറൊരു പ്രശ്നം. ലെങ്ത് നോക്കിയാൽ വണ്ടി കിട്ടും. ആദ്യം ഇവിടെ കുറയേണ്ടി വരും. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ജയിച്ച് ഓടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ശ്രദ്ധിക്കണം. വളവുകൾ വരുമ്പോ അത് അങ്ങനെ ആ രീതിയിലൊക്കെ വീശുന്നൊക്കെ നോക്കിക്കൊണ്ട് വീശുമ്പൊക്കെ നോക്കിക്കണ്ട് വീശിയിലേക്ക് പണിയാണ്. പിന്നെ ഇതുവരെ നമുക്കൊന്ന് കയ്യൊന്നും കിട്ടുന്നത് അതാണ് കാര്യം. നമ്മള് ഏത് വണ്ടിയാണെങ്കിലും എത്ര ഓടിക്കാനാണെങ്കിലും വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് ഇണങ്ങി ഒരു ചുരുങ്ങിയത് ഒരു 5-6 കിലോമീറ്റർ ഓടിക്കും. അതെ, ചുരുങ്ങിയത് ഓടിക്കണം. ഞാൻ എപ്പോഴും മനുഷ്യന്മാരാണ് പിന്നെ വേറെ പ്രശ്നം. അങ്ങനെയൊക്കെ അങ്ങനത്തെ അവസരങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ്. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു കൈയിറങ്ങി അത് കിട്ടണം. അതിന്റെ കാര്യം നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറെ ദൂരങ്ങൾ ഓടിച്ച് കൽപ്പിക്കണ്ട. ചെയ്യുമ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റാതെ നമ്മളെ ഏറ്റവും വലിയ വണ്ടി ഓടിക്കാൻ ബാക്കിലെ ആൾക്കാർ നമ്മളൊരു അനുഭവം കാണിക്കില്ല. അവർക്ക് ഓടിക്കുമ്പോഴേ ബുദ്ധിമുട്ടാവുള്ളൂ. ഇതൊക്കെ ഫോണടിച്ച് ചിന്തത്തിരക്കാക്കി വെള്ളമാക്കി എന്താ പറയാ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അത് അതിനൊക്കെ ഓടിക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മളിപ്പോ ഒരു ഗുഡ്സ് ലോറിയാണെങ്കിൽ ചിലവര് കിടന്ന് അവരെ കിടന്ന് ഇറങ്ങിയാറാണ്ടില് വണ്ടി ചിലപ്പോ ലോടുമ്പുറത്ത് വണ്ടി വലിച്ചു കയറാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും. ദൂരത്തുനിന്ന് ഓടേണ്ട വണ്ടിയായിരിക്കും. അത് മനസ്സിലാക്കില്ല. അപ്പൊ എന്തായാലും ക്യാമറ വെച്ചാൽ വീഡിയോ നമുക്ക് വൈകിട്ട് ചെയ്യാം. മറ്റേ ഓടിച്ചങ്ങനെ കുറെ പോകും. ഇന്നത്തെ വീഡിയോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടും. ഓരോ വീഡിയോ നമുക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും ഒന്ന്
ബ്രേക്കർ ഉണ്ട്. ചെറിയ സൗണ്ടാണ്, മറ്റേ ലൈനിന്റെ ഒക്കെ ഭയങ്കര സൗണ്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ ശ്രദ്ധ വേറെ ഭാഗത്തുള്ളൂ. നമുക്ക് ഇതിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സ്റ്റൈലാണ് വണ്ടി ഓടിച്ചു നോക്കുക. അതിന്റെ മേലെ അതിന് മുന്നേ നമ്മൾ കുറെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ആഗ്നി ഗ്രൂപ്പിന്റെ വണ്ടികൾ, പിന്നെ അതുപോലെ തന്നെ ജീസസ് ബസിന്റെ, ഒരുപാട് എനിക്ക് ഓർമ്മ വരണില്ല ഇത് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു കോൺവേഷൻ ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുക വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. കൂട്ടത്തില് റയാൻ ഗ്രൂപ്പ്, റയാൻ എന്നല്ല പേര്, റയാന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഇതിന്റെ പോണ വഴി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബുക്ക് ചെയ്യുക, സെറ്റാക്കി കൊടുക്കുക നമ്മുടെ വണ്ടി. അപ്പോൾ ഉടനെ മറ്റൊരു ഗംഭീര വീഡിയോ വരാം. അതിന് നൽകാനും ബൈ, നമസ്കാരം.